എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഞങ്ങൾ നാട്ടിലൊക്കെ പോയി തിരിച്ച് ബാംഗ്ലൂരിലേക്ക് എത്തി. ഇന്ന് തയ്യാറാക്കുന്നത് വാഴക്കുടപ്പൻ തോരൻ അല്ലെങ്കിൽ വാഴക്കൂമ്പ് തോരനാണ്. അപ്പൊ നമുക്കിതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് അതുപോലെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വാഴക്കൂമ്പ് തോരൻ അല്ലാന്നുണ്ടെങ്കിൽ വാഴക്കുടപ്പൻ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വാഴക്കുടപ്പൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ ഈ പാളികളുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് മാറ്റാം. എന്നിട്ട് ഉള്ളിലൊരു വൈറ്റ് കളർ കാണുന്നവരെ, അതായത് ചെറുതായിട്ടൊരു വൈറ്റ് കളർ കണ്ടാൽ മതി. അപ്പോൾ ഒരു 4-5 എണ്ണമൊക്കെ മാറ്റേണ്ടി വരും. അപ്പോഴേക്കും ഒരു വൈറ്റ് കളർ കാണും. അല്ലാതെ മുഴുവനായിട്ട് വൈറ്റ് കളർ കാണാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അങ്ങനെയാകുമ്പോൾ ഒരുപാട് നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മാറ്റിയാൽ മതി. ഇതുപോലെ തന്നെ ഞാൻ 2 എണ്ണത്തിൻ്റെയും ഇതിൻ്റെ പുറത്താ ഒരു ലേയേഴ്സ് ഉണ്ടല്ലോ അത് മാറ്റിയെടുക്കട്ടെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഈ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം. അതും കട്ട് ചെയ്തിട്ട് ഇടാം. പിന്നെ ഇത് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. കട്ട് ചെയ്തതിന് ശേഷം പിന്നെ കഴുകിയൊന്നും എടുക്കണില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 2 എണ്ണത്തിൻ്റെയും എല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ കൊത്തി അരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യണ രീതിയിൽ അങ്ങനെ മുറിച്ചെടുക്കാം. ഞാനിതിപ്പോൾ കൊത്തിയരിഞ്ഞാൽ എടുക്കുന്നത് 2 രീതിയിലും കാണിക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഈ ഒരു രീതിയിൽ കാണിക്കാം. ഇതൊക്കെ ആകുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതുപോലെ 2ആയിട്ട് മുറിക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുവിലൊരു ഹാർഡായിട്ടുള്ളൊരു ഭാഗമുണ്ട്, അത് ഞാൻ റിമൂവ് ചെയ്യണം. അതിന് ചെറിയൊരു കയ്പും അതുപോലെ കുറച്ച് തിക്നെസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ അത് മാറ്റേണ്ടതായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷെ ചിലവർ എടുക്കാറുണ്ട് അത്. ഞാൻ പക്ഷെ എപ്പോഴും കളയാറുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഭാഗം അത് മാറ്റിയെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ വാഴക്കുടപ്പിനൊക്കെ എപ്പോഴും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കുക്ക് ചെയ്യുക, അതായിരിക്കും നല്ലത്. ഇരിക്കും തോറും അതിൻ്റെ കളറൊക്കെ ഒരുപാട് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ വാഴക്കൂമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു ഐറ്റം തന്നെയാണ്. ഒരുപാട് എന്താ പറയുക, ഫൈബർ റിച്ച് ആണ്. അതുപോലെ ക്യാൻസറിനെതിരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുപോലെ ഹാർട്ട് ഡിസീസിന് അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു ഐറ്റം തന്നെയാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാഴക്കൂമ്പ് അല്ലാന്നുണ്ടെങ്കിൽ വാഴപ്പിണ്ടിയൊക്കെ കഴിക്കണം എന്നല്ലേ പറയാം. എല്ലാം ഇതുപോലെ തന്നെ ഇതിൻ്റെ നടുവിലത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമുക്കിത് നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കട്ടിംഗ് ബോർഡിലും അതുപോലെ കയ്യിലും അതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന കത്തിയിലൊക്കെ വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡിലൊക്കെ കറ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് മുറിച്ചെടുക്കുക നീളത്തിൽ. അതിനുശേഷം പിന്നെ നമുക്ക് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആകുമ്പോൾ ഇതായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നന്നായിട്ട് വരിക. നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കണം. അപ്പോഴായിരിക്കും വാഴക്കൂമ്പൊക്കെ കഴിക്കാൻ ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ നാരുകളൊക്കെ ഒരുപാട് ഇതായിട്ട് നിൽക്കാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എത്ര ചെറുതാക്കി മുറിച്ചെടുക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ചെറുതാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് ചെറുതാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് തന്നെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊത്തിയരിഞ്ഞ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഞാനിതിൻ്റെ നാരൊന്നും കളഞ്ഞെടുക്കണില്ല. ഇതിൻ്റെ നാരുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയല്ലേ. നാര് അതുപോലെ ഇതിൻ്റെ കറിയൊക്കെ കഴിക്കണം എന്നല്ലേ പറയാം. അപ്പോൾ കഴുകിയെടുക്കണോ അങ്ങനെയൊന്നും തന്നെ ചെയ്യണില്ല. ഇതുപോലെ വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വരും. അങ്ങനെ കയ്പ്പ് രസമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊത്തിയരിഞ്ഞും എടുക്കാം. ഇതുപോലെ കുറേശ്ശെ ഭാഗം കൊത്തിയെടുക്കുക. അതിനുശേഷം അത് കട്ട് ചെയ്തിടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ എൻഡിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗം അതെടുക്കരുത്. അതിൻ്റെ വശങ്ങളിൽ നിന്ന് മാത്രം കൊത്തിയിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ ഏതാ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിനി എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ 2 വാഴക്കൂമ്പും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ഭാഗത്തൊക്കെ വാഴക്കുടപ്പൻ എന്നാ പറയുക. പ്രാദേശികമായിട്ട് എനിക്ക് തോന്നുന്നു പേരിലൊക്കെ വ്യത്യാസമുണ്ട്. ചില സ്ഥലങ്ങളിൽ വാഴച്ചുണ്ടെന്ന് പറയും. അങ്ങനെ ഇപ്പം ഞാൻ എല്ലാം വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കണതാണ്. കണ്ടില്ലേ, നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
അതുപോലെ ഇവിടെയൊക്കെ വാഴക്കുടപ്പം വാങ്ങിക്കുമ്പോൾ ചിലത് കയ്പ്പ് രസം ഉണ്ടാവാറുണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല. അപ്പോൾ എല്ലാ വാഴയുടെയും വാഴക്കുടപ്പൻ ഉപയോഗിക്കാറില്ല, പക്ഷെ ചില വാഴയുടെയാണ് കയ്പ്പ് രസം വരിക. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പാളയംകോടൻ വാഴയുണ്ടല്ലോ, അതായത് മൈസൂർ പൂവ് എന്ന് പറയും, അതിൻ്റെ വാഴക്കുടപ്പനാണ്. ചിലതിൻ്റെയൊക്കെ കയ്പ്പ് രസം ഉണ്ടാവാറുണ്ട്. അതുപോലെ ഞാലിപ്പൂവിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നത് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഏതിൻ്റെയൊക്കെ യൂസ് ചെയ്യാമെന്ന്, പക്ഷെ ചിലവർ എല്ലാത്തിൻ്റെയും യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു കടായി എടുക്കുക, കടായി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു നാടൻ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതുപോലെ വെളിച്ചെണ്ണ തന്നെയാണ് ആ ഒരു നാടൻ ടേസ്റ്റും കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 10-15 ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെയാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇനി ഇതിലേക്ക് കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ചെറിയുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ തന്നെയായിരിക്കും ഈ കറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. അതുപോലെ ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് വാഴക്കൂമ്പ് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഴക്കൂമ്പും പരിപ്പും വെക്കാം, അല്ലെങ്കിൽ വാഴക്കൂമ്പും ചെറുപയറും പിന്നെ മുതിരയുടെ കൂടെ വെക്കാം, വൻപയറിൻ്റെ കൂടെ വെക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. റെസിപ്പിയൊക്കെ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇതിൽ പരിപ്പാണെന്നുണ്ടെങ്കിൽ പരിപ്പ് വേവിച്ചിട്ട് ചേർക്കും, അത്ര തന്നെയുള്ളൂ. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അതിനുശേഷം ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക, അതായത് ചില്ലി ഫ്ലേക്സ്. നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ അളവിലാണ് ചതച്ച മുളക് ചേർക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മുളകിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി ഉള്ളി നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ട് മൂത്ത് ആ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നാളികേരം ചെരുകിയത് ചേർത്ത് കൊടുക്കണം. ഇത് വാഴക്കൂമ്പ് തോരനായതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നാളികേരം ചെരുകിയതൊക്കെ ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് നാളികേരം ചെരുകിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിൽ. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു അളവ് തന്നെയാണ്, അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പരിപ്പ് നിങ്ങൾ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ പയറ് ചേർക്കുന്നുണ്ട് ഇതിൽ കൂടെ എന്നുണ്ടെങ്കിൽ വാഴക്കൂമ്പ് ചേർത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് കുക്കായതിന് ശേഷം ഒരു പകുതിയൊക്കെ കുക്കായതിന് ശേഷം അതിലേക്ക് പരിപ്പ് അല്ലെങ്കിൽ പയറാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് വാഴക്കൂമ്പ് മുറിച്ചത് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് വെക്കണം. ആ ഒരു സമയത്ത് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഉപ്പ് അവസാനം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വാഴക്കൂമ്പ് മുറിച്ചത് എല്ലാം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച്, അതായത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നോട്ടെ. ഈ വാഴക്കൂമ്പ് തോരനൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് മുന്നേ തന്നെ റിക്വസ്റ്റുകളൊക്കെ വന്നിരുന്നു. പക്ഷേ എനിക്ക് നല്ല വാഴക്കൂമ്പ് കിട്ടാത്ത കാരണമാണ് ഞാൻ ഇതുവരെ ചെയ്യാതിരുന്നത്. പൂനെയിലൊന്നും അങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടാറുമില്ല, അതായത് കിട്ടണത് അത്ര നല്ലതും ആവാറൊന്നുമില്ല. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വാഴക്കുടപ്പിനൊന്നും ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും. ഒരുപാട് സമയമെടുത്ത് കുക്ക് ചെയ്യേണ്ട ഒരു ഐറ്റം ഒന്നുമല്ല. പിന്നെ നിങ്ങൾ ഇതിലേക്ക് തൂരപ്പരിപ്പ് അല്ലെങ്കിൽ പയറ് മുതിര ഒക്കെ ചേർക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയരുത്. അത് മുഴുവനോട് കൂടി അങ്ങനെ തന്നെ കിടക്കണം. അപ്പോഴായിരിക്കും തോരനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സായിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. കുക്കായിട്ട് വന്നോട്ടെ നന്നായിട്ട് തന്നെ. ഒരു 5-6 മിനിറ്റൊക്കെ മതിയാവും ഇത് കുക്കായിട്ട് വരാൻ. പിന്നെ നമ്മൾ ഉപയോഗിക്കണ വാഴക്കുടപ്പിനെയൊക്കെ അനുസരിച്ച് കുക്കിംഗ് ടൈമിലൊക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് കയ്പ്പ് രസമോ അങ്ങനെയൊന്നുമില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. എന്തെങ്കിലും മോയ്സ്ചർ കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നാടൻ കറിയൊക്കെ ആയതുകൊണ്ട് തന്നെ കറിവേപ്പില നല്ലൊരു ടേസ്റ്റ് തന്നെ കൊടുക്കും.
അതിനുശേഷം ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ വാഴക്കുടപ്പൻ എന്ന് പറയുമ്പോൾ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക്, അതായത് ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലൊരു ഐറ്റം തന്നെയാണ്. വെയിറ്റ് ഒക്കെ കുറയാനൊക്കെ വളരെ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, ഇപ്പോൾ ഫൈബർ റിച്ച് ഒക്കെ ആയ കാരണം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വാഴക്കുടപ്പൻ തോരൻ, അല്ലാന്നുണ്ടെങ്കിൽ വാഴക്കൂമ്പ് തോരൻ റെഡി ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ വാഴക്കുടപ്പൻ തോരൻ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ഭാഗത്തൊക്കെ തയ്യാറാക്കുന്ന ഒരു രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ സാധാരണ ഇങ്ങനെ തന്നെയാണ് തയ്യാറാക്കാറ്. അവസാനം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം, നന്നായിട്ട് തന്നെ വരും. പിന്നെ ഇതെന്ന് പറയുന്നത് കുക്കിംഗ് ഒക്കെ അറിയാവുന്നവർക്ക് അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. പക്ഷേ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. പിന്നെ ഓരോ സ്ഥലങ്ങളിലും തയ്യാറാക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കുമല്ലോ തയ്യാറാക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തൃശ്ശൂർ ഭാഗത്തൊക്കെ തയ്യാറാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.